ഹരേ കൃഷ്ണ. ഹനുമാൻ രാവണ സന്നിധിയിലെന്നുള്ള കഥാഭാഗത്തിൻ്റെ അവസാന ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് രാവണനോട് ഹനുമാൻ പറയുകയാണ്, രാവണ, ബാലി ആരാണെന്നും സുഗ്രീവനെ അദ്ദേഹം എന്ത് ചെയ്തുവെന്നും നിനക്കറിയാം, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നാണ് ഹനുമാൻ രാവണനോട് പറഞ്ഞ് ആ ഭാഗമാണ് നിർത്തിയത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് പറയുവാൻ പോകുന്നത്. മര്യാദയ്ക്ക് നീ തട്ടിക്കൊണ്ടുവന്ന ദേവിയെ മോചിപ്പിക്കൂ, നിനക്കും നിന്റെ കുലത്തിനും അതാണ് നല്ലത്. ഇത് കേട്ടപ്പോൾ രാവണന് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. എടാ ധിക്കാരി, നിന്നെ ഞാൻ ആരെവിടെ? അഹങ്കാരിയായി ഈ വാനരനെ പിടിച്ചു കെട്ടു. ഇവന്റെ ശരീരം വെട്ടിയെരിഞ്ഞ് കാക്കയ്ക്കും കഴുകന്മാർക്കും ആഹാരമായി കൊടുക്കുവിൻ. രാവണന്റെ കൽപ്പന കേട്ട് രാക്ഷസവീരന്മാർ ആയുധങ്ങളുമായി പാഞ്ഞെത്തി. പക്ഷേ വിഭീഷണൻ ഇടപെട്ട് ഇങ്ങനെ പറഞ്ഞു, ജ്യേഷ്ഠ, കോപമടക്കി ശാന്തചിത്തനാകൂ. കോപാധിക്യത്താൽ അന്യായ കർമ്മം ചെയ്യുന്നത് മഹാപാപമാണ്. ഒരു ദൂതനെ ഒരിക്കലും വധിക്കാൻ പാടില്ല. അത് ധർമ്മവിരുദ്ധവും നിന്ദ്യവുമാണ്. ധർമ്മജ്ഞനും കർമ്മനിപുണനുമായ അങ്ങ് ശാന്തചിത്തനായി ചിന്തിക്കുക. അതിനുശേഷം ഉചിതമായ ശിക്ഷ വിധിക്കുക. വിഭീഷണ, ഇവൻ നമ്മുടെ ശത്രുവാണ്, പാപിയുമാണ്. അതിനാൽ പാപിയെ കൊല്ലുന്നത് ഒരിക്കലും അധർമ്മമല്ല, രാജധർമ്മമാണ്. അതിനാൽ ഞാനിവനെ കൊല്ലുക തന്നെ ചെയ്യും. നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ജ്യേഷ്ഠ, ദൂതനെ വധിക്കാൻ പാടില്ലെന്ന് അങ്ങേക്ക് അറിവുള്ളതല്ലേ? ഇവൻ ലങ്കയ്ക്ക് ധാരാളം കഷ്ടനഷ്ടങ്ങൾ വരുത്തിയെന്നത് ശരി തന്നെ എന്ന് കരുതി അയാളെ വധിക്കണോ? അയാൾക്ക് തക്ക ശിക്ഷ കൊടുത്ത് പറഞ്ഞു വിടുക. അവനെ കൊന്നതുകൊണ്ട് അങ്ങേക്ക് എന്തു ഫലമാണ് കിട്ടുക? അപ്പോൾ ഇവനെ വെറുതെ വിടണമെന്നാണോ നീ പറയുന്നത്? ജ്യേഷ്ഠ, ഇവൻ ഇങ്ങനെ പ്രവർത്തിച്ചതിൽ പിന്നിൽ ആരോ ഉണ്ട്. അവരെയാണ് കൊല്ലേണ്ടത്. അതാണ് പൗരുഷം. ഇവനെ കൊന്നാൽ ജ്യേഷ്ഠന്റെ ശത്രുക്കളായ ശ്രീരാമനെയും സുഗ്രീവനെയും ഇവിടെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? വിഭീഷണന്റെ അഭിപ്രായം രാവണൻ ശരിവെച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ ഇവനെ നമുക്ക് അംഗവൈരൂപ്യം വരുത്തി വിടാം. വാനരന്മാർക്ക് വാലിന്മേലാണല്ലോ ശൗര്യം. അതുകൊണ്ട് അവൻ്റെ വാല് കരിച്ചു വിടുക. ആരെവിടെ? ഈ വാനരൻ്റെ വാലിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് തീ വയ്ക്കുവിൻ. രാവണന്റെ കൽപ്പന കേട്ടിട്ടും ഹനുമാൻ യാതൊരു കുലുക്കവും ഉണ്ടായില്ല. ഹനുമാൻ പറഞ്ഞു, ഹേ രാവണ, വാനരന്റെ വാല് അലങ്കാരം മാത്രമല്ലെന്ന് ബാല്യം നിന്നെ പഠിപ്പിച്ച പാഠം നീ ഇത്ര വേഗം മറന്നുപോയോ? അത് കഷ്ടം തന്നെ. കുരുത്തം കെട്ട നിന്നെ ബാലപാഠം പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു.